ഹായ് കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയ മീനച്ചാറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഞാനെടുത്ത മീൻ ചൂരയാണ്, അഥവാ കേര എന്നൊക്കെ പറയും. അത് ചെറുതാക്കി നുറുക്കിയത്. നുറുക്കിയതിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഫിഷ് മസാല, ഉപ്പ് എന്നിവയും ചേർത്ത് ശകലം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുഴച്ച് വെക്കണം. അതും ഒരു 3-4 മണിക്കൂർ നമ്മൾ വെച്ചിട്ട് പിന്നെ അത് നല്ലെണ്ണ വേണം വറുത്ത് കോരാൻ. എന്നാലേ ആ അച്ചാർ കുറച്ച് ദിവസം ഇരിക്കത്തുള്ളൂ. നമ്മൾ ഈ വറുത്ത് കോരിയ എണ്ണയിൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക് 4-5 കീറിയത്, കറിവേപ്പില, ഇതെല്ലാം ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ഉലുവയും നല്ല ജീരകവും പൊടിച്ചതെടുത്ത് അത് കുറച്ച് ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. അതും ഇട്ട് വഴറ്റിയിട്ട് അതിൽ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കണം. ഓരോരുത്തരുടെ എരി അനുസരിച്ച് ഇത് ചേർക്കണം. ഇതൊക്കെ ഒരു 4-5 മിനിറ്റ് ഇട്ട് വറുത്ത് വരുമ്പോഴത്തേക്ക് പൊരിക്കുമ്പോഴും കറിവേപ്പില ഇടുമ്പോൾ ആ ഒരു മണം കിട്ടും. നമ്മൾ മീൻ വറുക്കത്തില്ലേ, അപ്പോൾ ഇച്ചിരി 5-6 കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ല മണം കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ഈ വറുത്ത മസാലയിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് അതിനകത്ത് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ മീൻ പൊരിച്ചതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അധികം വേണ്ട, ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. അപ്പോൾ അത് ഇച്ചിരി വെള്ളമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച മീനും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി അത് 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉലുവയും ജീരകവും പൊടിച്ച് വെച്ചാൽ നമുക്ക് അച്ചാറിലിടാം, സാമ്പാറിലിടാം, രസത്തിലിടാം. നല്ലതാണ് ഈ മിശ്രിതം. ഞാനിട്ടത് 10 രൂപയുടെ കവർ കുരുമുളക് പൊടിയാണ്. അതാണ് ഈ കവർ കാണുന്നത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇതെനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള. ആ രീതി ചെയ്ത് നോക്കിയപ്പം അച്ചാർ രുചിയുണ്ട്, കൊള്ളാം, നല്ല അച്ചാറാണ്. മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ മീൻ കഷ്ണമാക്കണം, അത് വറുത്തു കോരാനുള്ള സമയം, അത് മതി. ബാക്കിയെല്ലാം നമ്മളെ സാധാ അച്ചാറുകൾ വെക്കത്തില്ലേ, അത് തന്നെ. അതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല. നമുക്കറിയാവുന്ന റെസിപ്പികൾ തന്നെയല്ല. അധികം കരിയാൻ പാടില്ല, നല്ലോണം കട്ടിക്ക് മൊരിയാനും പാടില്ല. ഒരു മയത്തിലെടുക്കണം, എന്നാലേ ആ ഒരു മീനിനൊരു മയം കിട്ടത്തുള്ളൂ. ഇതും ചൂരയല്ലേ, അതുകൊണ്ടാണ്. വിനാഗിരി ഒഴിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അച്ചാർ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ ആ മണവും രുചിയും എല്ലാം കിട്ടുന്നത്. പിന്നെ ആരടുത്തും പറയാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. ഞാനൊരു നുള്ള് പഞ്ചസാര ഇട്ട്, ശകലം പഞ്ചസാര. അത് മറ്റേ നാരങ്ങ അച്ചാറൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ഇടുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത്. കുറച്ച് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. അതും ഇതിനകത്ത് നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, വേറൊന്നും ചേർത്തില്ല. വെളിച്ചെണ്ണയിലല്ല പൊരിച്ചത്, നല്ലെണ്ണയിലാണ് പൊരിച്ചെടുത്തത്. ഇത് കേട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ലൈക്കും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും നിങ്ങളെ